അന്റാർട്ടിക്കയിൽ നിന്ന് നമ്മുടെ നാടുകളിലേക്കൊക്കെ ഒഴുകുന്ന ദേശാടന പക്ഷികൾ പറക്കുന്നത് 4500 കിലോമീറ്ററാണ്. 4500 കിലോമീറ്റർ പറക്കുന്ന പക്ഷിക്ക് പറക്കാനുള്ള എബിലിറ്റി എന്ന് പറയുന്നത് 50 കിലോമീറ്റർ ആണ്. എങ്ങനെയാണ് അത് സാധ്യമാവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ പറയാൻ പറ്റുന്നത് അത് ടീമുമായിട്ടുള്ള കൊളാബറേഷൻസ് ആണ്. അത് തന്നെയാണ്. വലിയ പ്രോജക്റ്റുകളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, വലിയൊരു വിഷൻ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കൊരു ടീം നിർബന്ധമാണ്. ലോകത്തുള്ള എല്ലാവിധ ആളുകളും വലിയ വിഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്നത് വിത്ത് ബിഗ് ടീം കൊളാബറേഷനിലൂടെയാണ്. സോ അത് തന്നെയാണ് അവരുടെ പറക്കലിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഒറ്റക്കല്ല അവർ പറക്കുന്നത്. ഒറ്റക്ക് പറക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പറക്കാൻ പറ്റുന്ന ഒരു കിലോമീറ്റർ എന്ന് പറയുന്നത് 50ആണ്. പക്ഷെ 4500 കിലോമീറ്റർ അവർക്ക് പറക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ആ കൂട്ടായ്മയുടെ വിജയമാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, അവർ പറക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരു വി ആകൃതിയിലാണ് അവർ പറക്കുന്നത്. വി ആകൃതിയിൽ പറക്കുന്ന സമയത്ത് ഇവിടെ ക്രിയേറ്റഡ് ആവുന്ന ഒരു എനർജി ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഇവിടെയുള്ള ആള് 100% ചിറകടിക്കുന്ന സമയത്ത് ഇവിടെയുള്ള ആൾ 99 അടിച്ചാൽ മതി. കാരണം ഈ വി ആകൃതിയിലായതുകൊണ്ട് ഇയാൾ അടിക്കുന്നതിന് ഒരു കാറ്റിന്റെ എനർജി ഇങ്ങോട്ട് പാസ് ചെയ്യുന്നുണ്ട്. അപ്പൊ 98 അടിച്ചാൽ മതി. ഇവിടെയാണെങ്കിലോ 97 അടിച്ചാൽ മതി. അങ്ങനെ അവസാനം വരുന്ന ആള് 0-ലാണ് കിടക്കുന്നത്. ആയിരക്കണക്കിന് പക്ഷികൾ ഒന്നിച്ചാണ് മൂവ് ചെയ്യുന്നത്. ഈ 0-ലുള്ള ആള് റെസ്റ്റ് ടൈം കഴിഞ്ഞ് മുന്നിലേക്ക് പോകുന്ന സമയത്ത് ഈ റൊട്ടേഷൻ സംഭവിക്കുന്നു. അതായത് ഒരു സിസ്റ്റത്തെ അവർ ഫോളോ ചെയ്യുന്നു. രണ്ടാമത്തെ ഒരു കാര്യം, ലീഡിംഗ് പേഴ്സൺ ആണ് ഈ ഷിഫ്റ്റിങ്ങിനെ അനൗൺസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ വ്യക്തി അത് ലീഡർഷിപ്പാണ്. സോ ഒരു ബിസിനസിന്റെ ഉള്ളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സിസ്റ്റം ലീഡർഷിപ്പും. മൂന്നാമത്തെ ഒരു കാര്യമാണ് ഈ കോർ ടീം മെമ്പേഴ്സ്. കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുക്കുന്ന ഈ കോർ ടീം മെമ്പേഴ്സ്. ഇങ്ങനെയാണ് ഒരു വലിയ സംവിധാനത്തെ അവർ കൊണ്ടുപോകുന്നത്. 4500 കിലോമീറ്റർ അവർ സഞ്ചരിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് ബിസിനസ്സിലും. നിങ്ങൾ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതിൽ നിർബന്ധമായിട്ട് ലീഡർഷിപ്പ് വളരെ സ്ട്രോങ് ആയിരിക്കണം. 2 അതിൽ സിസ്റ്റം ഉണ്ടായിരിക്കണം. 3 അതിൽ കോർ ടീം ഉണ്ടായിരിക്കണം. ഇത് 3 ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന വലിയ വിഷനെ നിങ്ങൾക്കും അച്ചീവ് ചെയ്യാൻ സാധിക്കും.